നവീൻ ബാബുവിൻ്റെ ഭാര്യ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത കേസിൽ CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കും. അതിനർത്ഥം ഒരുപാട് കാര്യങ്ങൾ ഒളിക്കാനുണ്ടെന്നാണ് സർക്കാരിനും CPM-നും. ഞങ്ങൾ ചോദിച്ചല്ലോ നേരത്തെ, ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എന്താണ്? ആരുടെ ബിനാമിയാണ് ഈ പ്രശാന്തൻ? എന്തുകൊണ്ടാണ് പ്രശാന്തനെതിരായി കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ പോയി അവരുടെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച CPM സെക്രട്ടറി പ്രതിയായ PP ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വന്തം ഭാര്യയെ വിട്ട് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ? ഈ തുടങ്ങിയ CPM-മായി ബന്ധപ്പെട്ട ദുരൂഹതകൾ CBI അന്വേഷിച്ചാൽ പുറത്തു വരും എന്ന് ഭയന്നാണ് CBI അന്വേഷണത്തെ എതിർത്തത്. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ സർക്കാർ എടുത്തിരുന്നൊരു നയമുണ്ട്. കുടുംബം ആവശ്യപ്പെട്ടാൽ, ഏതെങ്കിലും കേസിൽ കുടുംബം ആവശ്യപ്പെട്ടാൽ ആ കേസ് CBIക്ക് പൊക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ് ജനറലായി അന്നത്തെ കാലത്ത് എടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ട്? സർക്കാരോ CPM-ഓ കുറ്റക്കാരല്ല, CPM നേതാക്കൾ ആരും ഇതിനകത്ത് ഇൻവോൾവ് അല്ല എങ്കിൽ ഒരു CBI അന്വേഷണം നടക്കുന്നതിന് സർക്കാരിന് എന്തിനാണ് എതിർപ്പ്? അത് കുടുംബത്തിൻ്റെ ആവശ്യമല്ലേ? ആ കുടുംബമല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കുറ്റവാളികളെ, കുഴപ്പക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഈ അന്വേഷണം കൊണ്ട് യാതൊരു ബലവും ഉണ്ടാകാൻ പോകുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസ് നടത്തുന്ന ഈ അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയൊരു അലംഭാവം പുലർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിന് CEO പോലുമില്ല. പക്ഷേ പല ബഡ്ജറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി തുക പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം, അല്ലെങ്കിൽ ഈ ഭൂമി കുംഭകോണത്തിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു ശ്രമം തന്നെയാണോ? ഉറപ്പായിട്ടും സർക്കാരിൻ്റെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കാരണം സർക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 വർഷം കഴിയുമ്പോൾ, 7 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം TCOM, ഇതിൻ്റെ ഒരു പാർട്ട്ണറായ TCOM ഇത് ചെയ്തിട്ടുണ്ടോ, അവരുടെ ജോലി നിർവഹിച്ചിട്ടുണ്ടോ, ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ ഇതിനകത്തുണ്ട്. അതൊന്നും ഒരു സമയത്തും പരിശോധിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് അതിനുള്ള തീരുമാനം എടുത്തത് ഈ ഭൂമി കച്ചവടത്തിന് വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും